രാജ്യത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള വലിയ അംഗീകാരം, അതും ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിലേറെയായിട്ടുള്ള മോഡി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഏറ്റവും കാലം പ്രധാനമന്ത്രിയായി തുടരുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ വികസന വിപ്ലവം അതെല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രചരണത്തിനാണ് ഈ കാലയളവിൽ പാർട്ടി നേതൃത്വം നൽകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പ് ഒരു ഗവൺമെൻറ്റും കാണിക്കാത്ത വലിയ സഹായവും ആനുകൂല്യവുമാണ് മോഡി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ള ഒരു നെറേറ്റീവ് കേന്ദ്രം കേരളത്തോട് വിവേചനപൂർണമായി പെരുമാറുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ നിയമസഭയിൽ പലവട്ടം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. സത്യത്തിൽ ആ വാദങ്ങളെയെല്ലാം മുനയൊടിക്കുന്നതായിരുന്നു പുതിയ ഗവൺമെന്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ധവളപത്രം. കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസും CPM-ഉം ചേർന്നുകൊണ്ട് നിയമസഭയിൽ നടത്തിയിട്ടുള്ള അധരവ്യായാമങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കുന്നതായിരുന്നു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ഗവൺമെന്റ് ധവളപത്രം പുറപ്പെടുവിച്ചപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളത്. ആ ധവളപത്രത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണമാണ് കേരളത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് എന്ന് പറയാതെ പറയുന്നുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റുകളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായിട്ട് കേരളത്തിന് കിട്ടേണ്ട പണവും കേരളത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ഒഴിച്ചു നിർത്തിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ തനത് വരുമാനം എന്നുള്ളത് തീരെ ശോഷിച്ചതാണ് എന്ന ധവളപത്രത്തിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് വിവേചനപൂർണമായിട്ട് പെരുമാറി എന്നുള്ള വാദം പൊളിയുകയാണ്. കേരളം രൂപീകൃതമായതിനു ശേഷം കേരളത്തോട് ഇത്രമാത്രം അനുഭാവപൂർണ്ണം പെരുമാറിയിട്ടുള്ള ഒരു ഗവൺമെന്റും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2014 മുതൽ 2026 വരെയുള്ള മോഡി സർക്കാരിനെയും 2004 മുതൽ 2014 വരെയുള്ള UPA ഗവൺമെന്റിനെയും താരതമ്യം ചെയ്യേണ്ടതാണ്. അത് താരതമ്യം ചെയ്യുമ്പോഴാണ് കേരളത്തോട് മോഡി ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള വലിയ ആനുകൂല്യവും വലിയ സൗമനസ്യവും അനുഭാവപൂർണമായ സമീപനമൊക്കെ ബോധ്യമാവുക. അതുകൊണ്ട് ഏതായാലും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചൊരു ധവളപത്രം പുതിയ UDF ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചുള്ളൊരു ധവളപത്രം കൂടി ഈ ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റിനോടും ഞങ്ങൾ ചോദിക്കുകയാണ്. കേന്ദ്രം നമുക്ക് തരാനുള്ളത് എത്ര, തന്നിട്ടുള്ളത് എത്ര? കേന്ദ്രം തരുന്നില്ല എന്നുള്ളതാണല്ലോ പരാതി. കേന്ദ്ര ഗവൺമെന്റ് നിയമപ്രകാരം നമുക്ക് തരാനുള്ള പണം എത്ര തന്നിട്ടുണ്ട്? 10 വർഷക്കാലം വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെയും ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ഗ്രാന്റുകളുമായി കേരളത്തിന് എത്രയാണ് നമുക്ക് അർഹതപ്പെട്ടത്, എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ഏതെങ്കിലും മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് അർഹതപ്പെട്ട വിഹിതം തടഞ്ഞു വെച്ചിട്ടുണ്ടോ? നിയമാനുസൃതം കേരളത്തിന് അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു വിഹിതം കഴിഞ്ഞ 10 കൊല്ലക്കാലം കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധവളപത്രം തയ്യാറാക്കി അവതരിപ്പിക്കുവാൻ പുതിയ ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ആ കണക്ക് പുറത്തു വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ.
അതുകൊണ്ട് ഇതിൽ സത്യസന്ധത കാണിക്കാൻ തയ്യാറാവണം. നാഴികക്ക് 40 വട്ടം കേന്ദ്ര വിരുദ്ധ സമരം നടത്തിയതുകൊണ്ടോ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞതുകൊണ്ടോ കേരളത്തിന് പ്രത്യേകിച്ച് പ്രയോജനവുമൊന്നുമില്ല എന്ന് പുതിയ ഗവൺമെന്റെങ്കിലും ബോധ്യമാവേണ്ടതുണ്ട്. ഓരോ മേഖലയിലും കേരളം കൈവരിച്ചിട്ടുള്ള, കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സഹായം കേന്ദ്ര ഗവൺമെന്റ് തന്നെ പല സന്ദർഭത്തിലായി പുറത്തുവിട്ടിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ റെയിൽവേ വികസനമാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദ്രുതഗതിയിലുള്ള റെയിൽവേ വികസനം നടന്നു വരികയാണ്. പുതിയ റെയിൽപാതകൾ, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ, പുതിയ സ്റ്റേഷനുകളുടെ നിർമ്മാണം, നിലവിലുള്ള സ്റ്റേഷന്റെ നവീകരണം, ലോകോത്തര നിലവാരമുള്ള അന്താരാഷ്ട്ര റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്, പുതിയ ട്രെയിനുകൾ, ഇതെല്ലാം കഴിഞ്ഞ 12 വർഷമായി കേരളത്തിൽ കിട്ടുകയാണ്. 2004 മുതൽ 2014 വരെ UPA ഗവൺമെന്റ് കാലത്ത് കേരളത്തിന് ആകെ ലഭിച്ചത്, റെയിൽവേ വികസനത്തിന് വേണ്ടി ലഭിച്ചത് 372 കോടി രൂപയാണ്. UPA ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ MP-മാരും പിന്തുണക്കുന്ന ഗവൺമെന്റാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഗവൺമെന്റാണ്. 6ഓളം കേന്ദ്രമന്ത്രിമാർ അന്ന് UPA ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ അന്ന് മലയാളികളാണ് അലങ്കരിച്ചത്. അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് രാജ്യം ഭരിച്ചപ്പോൾ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി ആകെ കിട്ടിയത് 372 കോടിയാണ്. എന്നാൽ കഴിഞ്ഞ NDA ഭരണകാലത്ത് 2014 ശേഷം കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് 3042 കോടിയാണ്. എന്ന് പറഞ്ഞാൽ UPA ഗവൺമെന്റ് കാലഘട്ടത്തിനേക്കാൾ 8 മടങ്ങ് കൂടുതലാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് NDA ഗവൺമെന്റ് കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടുന്നത് 3042 കോടി രൂപ. ഇത് റെയിൽവേയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലുമുണ്ട്. ഇപ്പൊ റെയിൽവേ ഇലക്ട്രിഫിക്കേഷന്റെ കണക്ക് കഴിഞ്ഞ ദിവസം റെയിൽവേ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 2009 മുതൽ 2014 വരെ കേരളത്തില് റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിവർഷം 10 കിലോമീറ്റർ ആയിരുന്നു. പ്രതിവർഷം 10 കിലോമീറ്റർ UPA ഗവൺമെന്റ് കാലത്ത്. എന്നാൽ NDA ഗവൺമെന്റ് കാലത്ത് അത് പ്രതിവർഷം 45 കിലോമീറ്ററായി ഉയർന്നിരിക്കുന്നു. 100% വർധനവാണ് റെയിൽവേ ഇലക്ട്രിഫിക്കേഷന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിലും ഇതുണ്ട്. ഗ്രാന്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭയിൽ, LDFന്റെ കാലഘട്ടത്തിലെ നിയമസഭയിൽ കേരളത്തിന് വിഹിതം കിട്ടുന്നില്ല എന്ന് പരാതി പറയുകയും അതവർ പ്രമേയമാക്കി കൊണ്ടുവരികയും അതിന് പേരിൽ സുപ്രീം കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 2004 മുതൽ 2014 വരെ 10 വർഷക്കാലം UPA ഗവൺമെന്റ് 10 വർഷക്കാലം, ആ 10 വർഷക്കാലം കേരളത്തിന് ആകെ കിട്ടിയത് ഗ്രാന്റ് എന്ന് പറയുന്നത് 25,629 കോടിയാണ്. 10 വർഷക്കാലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ LDFും UDFും ഒരുമിച്ച് ഭരിച്ചു. അതിനുശേഷം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചു. ഈ 10 വർഷക്കാലം 25,629 കോടി. കേരളത്തോട് വിവേചനപരമായി പെരുമാറുന്നു എന്ന് ഇവരെല്ലാവരും ആരോപിക്കുന്ന മോഡി ഗവൺമെന്റ്, NDA ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ നൽകിയത് 1,43,117 കോടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് വിവേചനപരമായിട്ട് പെരുമാറുന്നു എന്നിവർ പറഞ്ഞിട്ടുള്ളത്? ശരിയാണ്, കേന്ദ്ര പദ്ധതികൾക്കിടെ ചില അലോട്ട്മെന്റുകൾ കേരളത്തിന് കിട്ടുന്നില്ല. അത് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? ലഭിച്ചിട്ടുള്ള തുക വിനിയോഗിച്ച് തന്നെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് അടുത്ത ഘട്ടം നമുക്ക് കിട്ടുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് കുറ്റമല്ലല്ലോ, സംസ്ഥാന സർക്കാരിന്റെ കുറ്റമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ ഗവൺമെന്റ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ധവളപത്രം പുറപ്പെടുവിച്ച രീതിയിൽ കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് എന്തെല്ലാം സാമ്പത്തികമായി
സഹായിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു രേഖ കൂടി, ഒരു ധവളപത്രം കൂടി പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് വസ്തുതയും സത്യവും കേരളത്തിലെ ജനങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ്. ഇനിയും ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി പാടില്ല. സാമാന്യ ജനത്തിന്റെ യുക്തിബോധത്തെ ചോദ്യം ചെയ്യാൻ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തോടും പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി, കാലവർഷം ആരംഭിച്ചതോടുകൂടി കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള പകർച്ചവ്യാധികൾ ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിൽ പൊട്ടിപ്പുറപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു 10-20 ദിവസക്കാലമായി സമാനതകളില്ലാത്ത വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അഭിമാനമുള്ളതാണ്. പക്ഷേ ആ അഭിമാനത്തെ എല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സർക്കാർ തന്നെ പ്രസിദ്ധീകരിക്കുന്ന കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ളത്. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാറ്റിനെയും ഉത്തരവാദി പുതിയ ഗവൺമെന്റാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിരുന്നില്ല ഈ ഗവൺമെന്റ്. ആ കാര്യത്തിൽ പുതിയ ഗവൺമെന്റും കഴിഞ്ഞ ഗവൺമെന്റും ഒരേപോലെ പരാജയപ്പെട്ടു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ കഴിഞ്ഞ 13 ദിവസക്കാലത്തിനുള്ളിൽ, കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് തന്നെ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് 41 മരണങ്ങളാണ് കഴിഞ്ഞ 13 ദിവസക്കാലത്തുള്ള കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശരാശരി 3-ലേറെ ആളുകൾ കേരളത്തിൽ മരണപ്പെടുന്നു എന്നുള്ളതാണ്. അതും കേരളത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത പലതരം രോഗങ്ങൾ പിടിപെട്ടു, പലതരം പനികൾ വരുന്നു, പലതരം രോഗങ്ങൾ വരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇതെല്ലാം നാം അനുഭവിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഈ സർക്കാരിനോട് ചോദിക്കുന്നത്, ഈ സർക്കാരും മുൻ സർക്കാരും ഉത്തരം പറയേണ്ടത്, രോഗം വരുന്നതിനെ ആർക്കും തടയാനൊന്നും കഴിയില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു, രാഷ്ട്രീയം നോക്കിയിട്ടില്ലല്ലോ രോഗം വരിക. രാഷ്ട്രീയം നോക്കിയിട്ടല്ല രോഗം വരിക, ഗവൺമെന്റ് നോക്കിയിട്ടല്ല രോഗം വരിക. പക്ഷെ ഒരു പ്രാവശ്യം ഒരു രോഗം വന്നാൽ അത് തടയാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെന്റ് ചെയ്യണ്ടേ? എന്ത് മുന്നൊരുക്കമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്? അതിപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് ആയാലും ശരി, പഴയ ഗവൺമെന്റ് ആയാലും ഒരേപോലെ ഈ കാര്യത്തിൽ ഉത്തരവാദികളാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കും. അതും മുമ്പൊരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന അനുഭവം കഴിഞ്ഞ 10 കൊല്ലമായി നമുക്കുണ്ടല്ലോ. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന കാര്യത്തിൽ സമ്പൂർണമായി ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോടിക്കണക്കിന് രൂപയുണ്ട്. ആ രൂപ എന്തുകൊണ്ടാണ് വിനിയോഗിക്കാത്തത്? ഇപ്പൊ കഴിഞ്ഞ വർഷം ആരോഗ്യമന്ത്രി പറയുന്നത് ഞാൻ കേട്ടു, ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ആരോഗ്യ മേഖലയിലില്ല. ആരുടെ കുഴപ്പമാണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലും താലൂക്ക് ആശുപത്രികളിലും ആവശ്യമായിട്ടുള്ള ആളുകളെ നിയമിക്കാൻ കൂടി വേണ്ടിയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് 4000-ലേറെ കോടി രൂപ ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പുതിയ നിയമനങ്ങൾ നടക്കാത്തത്? കേന്ദ്ര ഗവൺമെന്റിന്റെ അവർ പണം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഉപാധികളുണ്ടല്ലോ. പ്രത്യേകിച്ചും ഇതേപോലെയുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന തടയാനും അവർക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് ചികിത്സ, മെച്ചപ്പെട്ട ചികിത്സ അത് ലഭിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലും ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണം, അതിനുവേണ്ടി ഈ പണം വിനിയോഗിക്കണം എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിട്ടുള്ളത്. ഇവരെന്തുകൊണ്ടാണ് നിയമിക്കാത്തത്? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഇപ്പോഴും ആവശ്യം ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച സർക്കുലർ അനുസരിച്ച് 24 മണിക്കൂർ ഒരു ഡോക്ടറുടെയും ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെയും സഹായം എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഉണ്ടാവണമെന്നാണ്. എന്താണ് ആ സർക്കുലർ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുത്താത്തത്? കേരള സർക്കാരിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ആവശ്യമായിട്ടുള്ള തുക മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് സഹായമായി നൽകുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് പ്രശ്നം? കേരളത്തിലെ ആരോഗ്യ മേഖല
ഇങ്ങനെ കുത്തഴിഞ്ഞു പോയതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, ഉത്തരവാദിത്വമില്ലായ്മയാണ്, കഴിവില്ലായ്മയാണ്. ആ കഴിവില്ലായ്മ ഇപ്പോഴും തുടരുകയാണ്. എന്തിനാണ് ഇപ്പോഴും നമ്മൾ പൂനെയിലെ വൈറോളജി ലാബിനെ ആശ്രയിക്കുന്നത്? കേരളത്തിൽ ലാബുകൾ നിർമ്മിക്കാൻ പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരുന്നില്ല. കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആവശ്യമായിട്ടുള്ള എല്ലാ നിപ പരിശോധന അടക്കമുള്ള എല്ലാ പരിശോധനയും കേരളത്തിൽ തന്നെ നടത്തണം എന്ന് പറഞ്ഞതാണല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകാൻ സാധിക്കാതെ പോകുന്നത്? അതുകൊണ്ട് ആരോഗ്യരംഗത്ത് ഈ ഗവൺമെന്റ് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ, ഇടതുപക്ഷ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഈ ഗവൺമെന്റും കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തണം, ഗവൺമെന്റ് ഇടപെടൽ നടത്തണം. ആരോഗ്യമന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്യണോ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യണോ എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ മതി. അദ്ദേഹം എവിടെ ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം, കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ത് സംവിധാനമാണുള്ളത്? കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം ഉപയോഗിച്ച് വെട്ടിപ്പൊക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? ചെയ്യേണ്ടതാണ്. പുതിയ ഗവൺമെന്റ് ഇതൊന്നും അറിയാത്തതല്ല. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് ഈ ഗവൺമെന്റ് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയുടെ ഇരകളാണ് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. സർക്കാർ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും ആയിരക്കണക്കിന് രോഗികൾ പോയി മരുന്ന് കിട്ടാതെ തിരിച്ചു പോവുകയാണ്, മരുന്നില്ല. ഒരു ചികിത്സയും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ 13 ദിവസമായാലും 10 ദിവസമായിട്ടേ ഉള്ളൂ, 1 മാസമായിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടരുത് എന്ന് ഈ ഗവൺമെന്റിനോട് BJP ആവശ്യപ്പെടുകയാണ്. അത് ആരോഗ്യമന്ത്രി തന്നെ വിചാരിക്കേണ്ടതല്ലേ. കോഴിക്കോട് ക്യാമ്പ്, മലപ്പുറം, പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധ കോഴിക്കോട് ഉണ്ടാവണം. കാര്യത്തിൽ തർക്കം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഏകോപിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത്. ഒരു ഏകോപനവും നാം കാണുന്നില്ലല്ലോ. അദ്ദേഹം രാഷ്ട്രീയ ഏകോപനമല്ലല്ലോ നടത്തേണ്ടത്. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സ്ഥലത്താണല്ലോ ഏകോപനം ഉണ്ടാവേണ്ടത്. കേന്ദ്ര സംഘം വരാൻ തയ്യാറാണ്. അതിനുപോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായുള്ള പ്രതികരണമല്ല ഉണ്ടായത്. കേരളത്തിൽ ഇത്തരം രോഗങ്ങളില്ല എന്ന് വരുത്തി തീർക്കാൻ ആർക്കോ ധൃതിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വീണ ജോർജിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാൾ 4 ദിവസം ജയിലിലായിരുന്നു. ആ വഴി തന്നെയാണ് മുരളീധരൻ പോകുന്നത്. നമുക്ക് ന്യായമായി സംശയിക്കേണ്ടി വരും. അല്ല, ഞങ്ങൾ യാത്ര തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ. യാത്രക്കാരുടെ എണ്ണം കൂടുകയും ബസ്സിന്റെ എണ്ണം കുറയുകയും ചെയ്യുകയാണ്. അതെങ്ങനെയാണത്? മിനിയാന്നത്തെ ഓർഡിനറി ബസ്സുകളല്ലോ ഇന്നലെയുള്ളത്. ഇന്നലത്തെ ഓർഡിനറി ബസ്സുകളല്ലോ ഇന്നലെ. അപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്, ബസ്സിന്റെ എണ്ണം കുറയുന്നത്. അതെന്തിനാണത്? ആളുകൾ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്? ശരി, ഈ ഗവൺമെന്റ് പറയാമല്ലോ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത്രയേ സാധിക്കുള്ളൂ. അത് പറഞ്ഞാൽ പോരെ. ഇവര് പറഞ്ഞത് വാഗ്ദാനം എന്തായിരുന്നു? കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള വാഗ്ദാനമാണ്. വാഗ്ദാനം എന്നുള്ളത് എല്ലാ KSRTC ബസ്സുകളിലും വാഗ്ദാനം. ഇതിന് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. KC വേണുഗോപാലാണ് പരസ്യമായി പറഞ്ഞത് മെയ് മാസം 15-ാം തീയതി മുതൽ ഞങ്ങൾ സൗജന്യ യാത്ര ആരംഭിക്കും. KC വേണുഗോപാൽ അന്നൊരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാകുക 15 രൂപ അദ്ദേഹം, അത് നടക്കാതെ പോയാൽ നമ്മുടെ കുറ്റമല്ല. ശരി, ജൂൺ 15-ന് അദ്ദേഹം ഇനി ആരംഭിക്കുമ്പോൾ വാക്ക് പാലിക്കണ്ടേ? എങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞാൽ പോരെ.
നിബന്ധനകളോടുകൂടി സൗജന്യ യാത്ര നടത്തും എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ളത് ഞങ്ങളുടെ അങ്ങനെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്താണോ ഞങ്ങൾ അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഓർഡിനറി ബസ്സിൽ യാത്ര സൗജന്യമാക്കിയതിന് ഞങ്ങൾ എതിർത്തിട്ടൊന്നുമില്ലല്ലോ, ഞങ്ങളത് സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ സാമ്പത്തിക പരിമിതി കൊണ്ട് ഞങ്ങൾക്കത് സാധിക്കുന്നില്ല എന്നീ ഗവൺമെന്റ് പറഞ്ഞാൽ മതിയല്ലോ. അത് കള്ളത്തരം എന്തിനാണ് ഞങ്ങൾ ചോദ്യം? ആളുകളെ പറ്റിക്കണ്ടല്ലോ. ഓർഡിനറി ബസ്സിലൊന്നുമില്ല എല്ലാ. ഇപ്പൊ ബംഗാൾ ഞങ്ങളുടെ ഗവൺമെന്റ് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ലല്ലോ. പശ്ചിമ ബംഗാളിൽ എല്ലാ ബസ്സിലും ട്രാൻസ്പോർട്ട് ബസ്സിലും സംസ്ഥാന സർക്കാർ ഉടമസ്ഥ ട്രാൻസ്പോർട്ട് ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ. അവിടെ ഓർഡിനറിയെന്നോ സൂപ്പർ ഫാസ്റ്റ് ഒന്നും യാതൊരു നിബന്ധനയില്ലല്ലോ. ഞങ്ങളെ വാഗ്ദാനം അതായിരുന്നു, വാഗ്ദാനം പാലിച്ചു. അപ്പൊ ആളുകളെ കബളിപ്പിക്കണ്ട എന്ന് ഞങ്ങൾ പറയുന്നു. അല്ല, അത് പറയാൻ എനിക്ക് സാധിക്കില്ല, കാരണം ഞാനതിൻ്റെ ഒരു സാങ്കേതിക വിദഗ്ധനല്ല. പക്ഷേ സമയബന്ധിതമായി കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിലെ മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ വരുന്നുണ്ട്, യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം എന്ന് പറയുന്നത് വലിയ വികസനമാണ്. അത് അത്ര എളുപ്പത്തിൽ തീരുന്ന വികസനമല്ല. പക്ഷേ ദ്രുതഗതിയിൽ പണി പൂർത്തിയാകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ വികസനം പോലെ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ പൂർത്തീകരിക്കാൻ സാധിക്കുന്നല്ല. അപ്പൊ അതിന്റെ സമയമെടുക്കും, സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കും. അത് ഗവൺമെന്റ് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അല്ല, അത് എത്രയും പെട്ടെന്ന് തീർക്കാൻ സർക്കാർ ശ്രമിക്കണം. സർക്കാരല്ല, ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കണം. കാരണം ഇതൊക്കെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ചെയ്യുന്നത്. ആ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് കോൺട്രാക്ടർമാരെ വെച്ചുകൊണ്ട് അവർ സബ് കോൺട്രാക്ട് കൊടുത്ത് ഏജൻസിനെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരിശോധിക്കണം. ടെലഗ്രാം നിരോധിച്ചോ? അതിനത് അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നതല്ലേ, അത് അന്വേഷിക്കുകയാണല്ലോ. അന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മളെങ്ങനെ? സർക്കാരല്ല, അന്വേഷണ ഏജൻസിയുടെ ശുപാർശ പ്രകാരമാണല്ലോ ചെയ്യുക. ഈ ശ്രീധരന്റെ അല്ല, അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ, എന്നിട്ട് BJP അഭിപ്രായം പറയും. നമുക്കിപ്പോ കേരളത്തിൽ അധിക റെയിൽവേ പാത വേണ്ട എന്ന അഭിപ്രായമൊന്നും BJPക്ക് ഇല്ലല്ലോ. അത് കേരളത്തിന്റെ സാഹചര്യത്തിന് അനുകൂലമാവണം. ആയിരക്കണക്കിന് ആൾക്കാരെ തെരുവിലേക്ക് തള്ളിവിട്ട് അവരെ കുടിയൊഴിപ്പിച്ച് കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത രീതിയിൽ ഒരു റെയിൽവേ പാത വരുന്നതിനോട് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീധരന്റെ ശുപാർശകളിൽ എലിവേറ്റഡ് പാതയാണ് കൂടുതലുള്ളത്. അതൊക്കെ കേരളത്തിന് ഗുണകരമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എന്താ കാര്യം? പത്മകുമാർ തുറന്നുവിട്ട ഭൂതം അത് CPM-നെ എങ്ങനെയെല്ലാമാണ്. കാരണം ശബരിമല പ്രക്ഷോഭം നടന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു അതൊരു ഗൂഢാലോചനയാണ്. 2 ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾ ശബരിമലയിലേക്ക് കയറിയത് തീരുമാനിച്ചതിൻ്റെയോ അവരുടെ ആഗ്രഹത്തിൻ്റെയോ അവരുടെ പരിശ്രമത്തിൻ്റെയോ ഭാഗമല്ല. അവർ വാടകക്കെടുത്തവരായിരുന്നു. അവരെ വാടകക്കെടുത്തു കൊണ്ടുവന്ന് പോലീസിനെ CPM-ഉം പോലീസും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ 2 പേരും ശബരിമലയിലേക്ക് കയറിയത് എന്നുള്ളത് ഞങ്ങൾ അന്നേ ഉന്നയിച്ചതാണ്. ഞങ്ങളുടെ എന്ന് ബോധ്യമാകുന്ന രീതിയിലാണ് ഇപ്പൊ പത്മകുമാർ പറഞ്ഞിട്ടുള്ളത്. പത്മകുമാർ എന്തുകൊണ്ടാണ് ഇത് അന്ന് പറയാതിരുന്നത്? പത്മകുമാർ ഇപ്പോഴല്ലല്ലോ പറയേണ്ടത്. പത്മകുമാർ എന്തുകൊണ്ട് അന്ന് പറയാൻ തയ്യാറായി? ഇഷ്യൂ ആയിട്ട് ഇതിനെ മാറ്റിയാണല്ലോ. അപ്പൊ ഇത് CPM-ന്റെ ഗൂഢാലോചന പുറത്തു വരണം. ഇത് CPM മുഖ്യമന്ത്രിയുടെ ഓഫീസും നടത്തിയിട്ടുള്ള
അതിപ്പോ സത്യമാണെന്ന് ഇപ്പൊ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലോടുകൂടി ബോധ്യമായിരിക്കുകയാണ്. ഓരോരുത്തരുടെ ക്രെഡിബിലിറ്റിനെ കുറിച്ച് ഞാനെങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ഞാൻ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. പറയുന്ന കാര്യം ആകെ അദ്ദേഹം എന്താ ഒരു പുതിയ കാര്യം പറഞ്ഞത്, എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതാണല്ലോ, അത് അദ്ദേഹത്തിന്റെ യാത്രാ ഡയറിയിലുണ്ട്, അതും ബോധ്യമായിട്ടുണ്ട്. വെളിപ്പെടുത്തലൊക്കെ വരുന്നവരെ കാത്തിരിക്കേണ്ട സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളുടെ കയ്യിൽ തെളിവുമുണ്ട്. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വളപട്ടണം പോലീസ് സ്റ്റേഷൻ എസ്കോർട്ട് വണ്ടി ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒളിവിൽ താമസിപ്പിച്ചതിനെ കുറിച്ച് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അതിന്റെ തെളിവുണ്ടായിരുന്നു. ഞങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് CPM ഗൂഢാലോചനയാണ്, ഞങ്ങളത് പറഞ്ഞിട്ടുള്ളതാണ്. അതിപ്പോ പത്മകുമാർ പുറത്തു വരുമ്പോ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവുന്നത് മാത്രമേ. ഇതൊക്കെ നടപ്പിലാക്കേണ്ടി വരുന്നു. ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ. ഈ CPM കോൺഗ്രസും ലീഗും എല്ലാം ചെയ്യുന്നത് കേരളത്തിലെ ആളുകളെ പൊട്ടന്മാരാണ്. പദ്ധതിയിൽ ഒപ്പിടാതെ ഈ ഗവൺമെന്റ് എങ്ങോട്ട് പോകും? കഴിഞ്ഞ ഗവൺമെന്റ് പെൻഡിങ്ങിൽ വെച്ചതാണ്. ഈ അധ്യയന വർഷം അവർ തന്നെയാണെങ്കിൽ അവർക്ക് ഒപ്പിടേണ്ടി വരുമായിരുന്നു. PMC കേരളത്തിന് എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക സഹായം കിട്ടുക? അതൊരു പ്രൊസീജിയർ. ഒപ്പിടാൻ നിർബന്ധം, എല്ലാ കാലത്തും ഒപ്പിടാൻ നിർബന്ധമാവും. കേന്ദ്ര പദ്ധതി ഗവൺമെന്റിന്റെ പദ്ധതികളാണ്. നമ്മുടെ സംസ്ഥാനം ഒരു ഫെഡറൽ സിസ്റ്റമാണ്. കേന്ദ്രത്തിൽ BJP ആണെന്നുള്ളതുകൊണ്ട് കേന്ദ്രത്തിലെ പദ്ധതികൾ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്ന് ആർക്കും പറയാൻ സാധിക്കുമോ? പൊതുയോഗത്തെ പ്രസംഗിക്കാനൊക്കെ പറ്റും, ആളുകളെ കൈയോടെയൊക്കെ കിട്ടും, പക്ഷെ ഇതൊന്നും നടപ്പിലാകാൻ വേണ്ടി പോകുന്ന കാര്യമല്ല. ഇതെല്ലാം ഒപ്പിട്ടാൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകൂ.